ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ മകനായ കിച്ചു തന്റെ സ്വന്തം ചാനലിൽ ലൈവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു 33 മിനിറ്റോളം നീളുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയെ കുറിച്ച് ഒന്ന് സംസാരിക്കും. രേണുവിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും രേണുവിന്റെ ഫാൻസിനും മറ്റുള്ളവർക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും നമുക്കിവിടെ ഇന്ന് കിച്ചു ആണ് നമ്മുടെ ടോപ്പിക്ക്. കിച്ചുവിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ടോപ്പിക്കായിട്ട് കിച്ചുവിനെ എടുക്കാനായിട്ടുള്ള കാരണം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വളർന്നു വരുന്നത് വരെയുള്ള പേരന്റിങ് ആ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ എത്രത്തോളം നെഗറ്റീവായി ബാധിച്ചു എന്നും അത് ആ കുഞ്ഞിനെ സമൂഹത്തിൽ എങ്ങനെയുള്ള ഒരു കുട്ടിയാക്കി മാറ്റി എന്നുള്ളത് കിച്ചുവിന്റെ വീഡിയോയിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പൊ കിച്ചുവിന്റെ ബാല്യകാലം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരത്തെ ഒരുപാട് രേണുവായിട്ട് ബന്ധപ്പെട്ടും സുധിയായിട്ട് ബന്ധപ്പെട്ടും കുറെ അലിഗേഷൻസ് ഉണ്ടായ സമയത്ത് പല ആൾക്കാരും വന്ന് പല രീതിയിലും കിച്ചുവിന്റെ ബാല്യകാലത്തെക്കുറിച്ചും സുധിയുടെ വിവാഹ ജീവിതങ്ങളെ കുറിച്ചുമൊക്കെ നമ്മളോട് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചുവിന്റെ അമ്മ സുധിയുമായി വേർപെട്ട് കഴിയുകയും അതിനുശേഷം സുധി വീണ എന്ന് പറയുന്ന ഒരു ലേഡി വിവാഹം കഴിക്കുകയും ചെയ്തു. ആ സമയത്ത് വീണയ്ക്ക് ഈ കിച്ചുവിനോട് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. കിച്ചുവിനോട് അധികം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വീണയും സുധിയും വേറൊരു വീട്ടിലും കിച്ചു അവന്റെ അച്ചമ്മയുടെ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം വീണയും സുധിയും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മകൾ ഒരുപാട് കൂടുകയും അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആ ബന്ധം ഒരു ഡിവോഴ്സിലേക്ക് എത്തുകയുമായിരുന്നു. വീണയുമായിട്ടുള്ള സുധിയുടെ ബന്ധമുള്ള സമയത്ത് തന്നെ രേണുവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് അന്ന് ആ സമയങ്ങളിൽ ആൾക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രേണുവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിന് ശേഷം സുധിയും രേണുവും കിച്ചും സുധിയുടെ വീട്ടിലായിരുന്നു കുറച്ചു കാലം. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ ഇവർ കോട്ടയത്തേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്നാണ് തന്റെ ജീവിതത്തിൽ ഡ്രോമകൾ ഉണ്ടായത് എന്നാണ് കിച്ചു തന്റെ വീഡിയോ. നമ്മുടെ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്റെ വാക്കുകളേക്കാൾ കൂടുതൽ കിച്ചു അനുഭവിച്ച കാര്യങ്ങൾ സ്വന്തം വാക്കുകളിലൂടെ കിച്ചുവിന്റെ വാക്കുകളിലൂടെ കേട്ടറിയുന്നതായിരിക്കും മറ്റുള്ളവർക്ക് കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം പറഞ്ഞു. എനിക്കൊരു ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. അതൊക്കെ ഓരോരോ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാ. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഞാൻ ആലോചിക്കുമ്പോൾ. 5ാം ക്ലാസ് വരെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജായി വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായി. ഇപ്പം എന്നാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടൊരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമിൽ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു. കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ രേണുസുതി രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാൻ വന്നു. ഇങ്ങനെ കണ്ടു, ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥകളെ കുറിച്ചാണ് കിച്ചു ഇവിടെ പറയുന്നത്. അതായത് സുധിയുമായിട്ടായിരുന്നു വർക്കിന് പോകുന്നത്. അങ്ങനെ വർക്കിന് അതായത് രേണുവും കുടുംബവും ഒത്തുള്ള സുധിയുടെയും മകന്റെയും ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് കിച്ചു ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചുവിനെയും കൂട്ടിയായിരുന്നു സുധി വർക്കിന് പോകുന്നത്. അതിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ രേണുവിന് താല്പര്യമില്ല എന്നതുകൊണ്ട് പിന്നീട് സുധി കിച്ചുവിനെ ജോലിക്ക് പോകുന്നതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷേ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ പിന്നെ അവിടുത്തെ ഒരു ഇതിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞങ്ങൾ കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ
അതിനകത്ത് തന്നെ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ എനിക്ക് ഫുഡ് വരും പോകും. ഇടയ്ക്ക് ഋതപ്പം എല്ലാം റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക് അപ്പം പിന്നെ ഒറ്റപ്പെടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സുധിയുമായി വർക്കിന് പോകാൻ പറ്റാത്തപ്പോൾ കിച്ചു വീടിനുള്ളിൽ അടച്ചുമൂടി ഇരിപ്പായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് ഇവരാരും തമ്മിൽ യാതൊരു ഇന്ററാക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഒരു ലാപ്ടോപ്പും വെച്ച് താൻ അതിനുള്ളിൽ ഒതുങ്ങി കൂടുകയായിരുന്നു എന്നാണ് കിച്ചു പറയുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ കിച്ചു അവിടെ ഈ കോട്ടയത്ത് തന്നെ നിൽക്കുമ്പോൾ തന്നെ തന്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയും അത് നല്ലൊരു രീതിയിലേക്ക് കിച്ചുവിനെ കൊണ്ട് എത്തിച്ചില്ല എന്നും കിച്ചു പറയുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ടായ ആ ഒരു ഒരു കുട്ടി എങ്ങനെയാണ് ഡ്രഗിന് അടിമപ്പെടുന്നു എന്ന് നമുക്ക് ഈ കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ കിച്ചു ഒറ്റപ്പെട്ടു പോവുകയും വീട്ടിൽ ആരും ശ്രദ്ധിക്കാനില്ലാത്തൊരവസ്ഥയും വരികയും ചെയ്തപ്പോഴേക്ക് കിച്ചു കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് പോകാൻ തുടങ്ങി. ഈ സുധിയുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് സുധി, കിച്ചു, പിന്നെ രേണുവിന്റെ അച്ഛനും അമ്മയും, രേണുവിന്റെ ചേട്ടത്തെയും ഭർത്താവും, പിന്നെ അവരുടെ 2 മക്കൾ. ഏകദേശം 10ഓളം ആൾക്കാരുടെ ചെലവ് ഈ സുധി തന്നെയാണ് വഹിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നു സുധി എങ്ങനെയാണ് കടക്കണിയിൽ എത്തിയിരുന്നെന്ന് പറയുന്നത്. സാധാരണ നല്ല വരുമാനവും ഫാമിലി സ്വത്തുകളൊക്കെ ഉള്ള ഒരാളായാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 10 പേരെയൊന്നും ഒരാൾക്ക് 10 പേരുടെ ചെലവൊന്നും ഒരാൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവർ ഇത്രയും പേരുടെ ചില അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന മനസ്സിലായോ? അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങൾക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല. അതിന് അടി, കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്ന കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിം കളിച്ച് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ പൊക്കും, വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നു. അതിനോടാ ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല, അങ്ങനെ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കൊണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. പറയുന്നത് അത് സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ മരണം കിച്ചു അറിയുകയും ഈ മരണം അറിഞ്ഞ് സുധിയെ കാണാനായിട്ട് ഇവർ പോകുമ്പോൾ കിച്ചുവിനോടൊപ്പം പോയിക്കൊണ്ടിരുന്നത് രേണുവിന്റെ ഫാമിലി മെമ്പേഴ്സാണ്. അതായത് അച്ഛനും രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവും അവിടെയുള്ള കുറെ പള്ളിയിൽ അച്ഛന്മാരും ഒക്കെ ആയിട്ടാണ് സുധിയെ കാണാൻ പോകുന്നതെന്നാണ് കിച്ചു പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ആ മരണം, അതായത് സുധിയുടെ ഡെഡ് ബോഡി കാണാൻ പോകുന്ന സമയത്ത് പോലും അവർ 5 സ്റ്റാർ ഫുഡൊക്കെ കഴിച്ചു എന്നാണ് കിച്ചു പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവം. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തെങ്കിലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. ഒക്കെ ഞാൻ അമ്മ നിങ്ങൾ തട്ടി എണീപ്പിച്ചിട്ട് എനിക്ക് അച്ഛനെന്തോ പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ അനുപേട്ട അച്ഛൻ. അനുപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല. എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ അനുപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് തെല്ലപൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങി എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലും കാര്യക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട് ആരുണ്ട്. അപ്പം ഇതായി എന്തോ ചെയ്യണമെന്ന് ഞാൻ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ തനുവേട്ടം വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിയും. അപ്പോഴത്തേക്കും ഈ പള്ളിക്കാരും പപ്പ, അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ എന്നുണ്ട് മൊത്തം. അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്നുണ്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്നുണ്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പനുപേൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന പനുപേട്ടൻ തന്നെ ഒരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും
നായില വർക്ക് ചെയ്യുന്ന ചേട്ടൻ, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ കാണാൻ മൊത്തം. ഞാൻ ഡയറക്റ്റ് വന്നുകൊണ്ട് എല്ലാവരും പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ ഉത്തരം എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്താ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയ ടൈമിൽ എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ. അതിനുശേഷം കിച്ചു പറയുന്ന മറ്റൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് സുധിയുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം ഈ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ ഒരു ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. മരണാനന്തര കർമ്മങ്ങൾക്ക് ചിലവായ തുകയെന്ന് പറഞ്ഞ് 1,89,000 രൂപയുടെ ഒരു ബില്ലാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അത് ഫ്ലവേഴ്സിനെ ഏൽപ്പിക്കാൻ പറയുകയും ചെയ്തു. കാരണം സുധിയുടെ മരണാനന്തര കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഫ്ലവേഴ്സും മറ്റ് ടീമുകളും ഒക്കെ ആക്റ്റീവായിട്ട് നിന്നു. അപ്പോൾ ഇവർ കരുതിയത് ഈ 1,89,000 രൂപയെന്ന് ഒരു ബില്ല് കിച്ചുവിന്റെ കൊടുത്തു വിടുമ്പോൾ ഇവർ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ മറ്റ് ടീമുകളോ ഇവർക്ക് വേണ്ടിയിട്ട് ആ പൈസ കൊടുക്കുമെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഫ്ലവേഴ്സിന്റെ മറ്റേ അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്കും അവർക്കും ഒക്കെ ഈ ബില്ലുകൾ നോക്കുമ്പോൾ തന്നെ അവരൊക്കെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയോ വശപ്പിശകുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ കിച്ചുവിനോട് പറഞ്ഞു ഇനി ഓരോ സ്ഥലങ്ങളിലും പോയി ആവശ്യമായ അവർക്ക് അവിടെ ചിലവായ തുകകൾ എഴുതിക്കൊണ്ടുവന്ന് ബില്ല് കൊണ്ടുവരാൻ ആ ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു ഡയറക്റ്റ് എല്ലായിടത്തും പോയി ബില്ല് എഴുതിയപ്പോൾ ഈ 1,89,000 എന്ന് പറയുന്ന തുക വെറും 87,000 കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് സുധിയുടെ മരണം തൊട്ട് ഈ രേഷ്മ എന്ന് പറയുന്ന രേണു അവരുടെ ഫാമിലി സുധിയെ വിറ്റ് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോഴേ അയാളെ മാക്സിമം വസൂലാക്കി മരിച്ചു കഴിഞ്ഞപ്പം തൊട്ട് വിറ്റ് തിന്നാൻ തുടങ്ങി. ആ ഒരു മരണം വിറ്റ് കാശാക്കാൻ തുടങ്ങിയ ആ ഒരു പരിപാടി ഇന്നും ഈ രേണുവിന്റെ അച്ഛനും അമ്മയും രേണുവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈ കിച്ചു ഇത് പറയാൻ ഉണ്ടായ കാരണം, മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഈ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയപ്പോൾ 10-22 വയസ്സായ ഒരു പയ്യനാണ്. ആ കുട്ടിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിന്റെ കൂട്ടുകാരുടെ അമ്മമാരെ അതിന് ഫേസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും. അപ്പം ഈ കിച്ചു ഇതൊന്നും തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കിച്ചു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള പക്ഷേ ഡ്രഗ്സിലേക്ക് കിച്ചുവിന്റെ ജീവിതം വഴിമാറിപ്പോയി എന്ന് പറയുന്നുണ്ട് കിച്ചു തന്റെ ലൈഫ് സ്റ്റോറിയിൽ. അതിൽ നിന്ന് തന്നെ കയറ്റിയത് അച്ഛന്റെ കുടുംബവും തന്റെ കൂട്ടുകാരുമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിച്ചു ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കിച്ചുവിന്റെ വീഡിയോയിലേക്ക് ഒന്നുകൂടി പോകാം. അപ്പം ഈ രേണു കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുധിയെ മാനസികമായി പൈസയ്ക്ക് വേണ്ടി മാനസികമായി ഒരുപാട് തകർത്തിരുന്നു. മരണശേഷവും തകർത്തു. ഇപ്പോൾ സുധിയുടെ മകന്റെ മനസ്സമാധാനവും അതായത് സന്തോഷവും ഇല്ലാതാകുന്നു. ഇവർ സുധിയുടെ ഭാര്യ എന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുധിയായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലവിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഇവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ രേണുവിന്റെ കുടുംബവും നിലനിന്നിരുന്നു എന്നുള്ളത് ഇപ്പൊ സുധിയുടെ മകനായ കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ലൈഫ് സ്റ്റോറി പറയുന്ന കൂട്ടത്തിലും തന്റെ വീഡിയോയിൽ പല കാര്യങ്ങളും മറ്റുള്ളവരെ വിഷമാകാതിരിക്കാൻ വേണ്ടി വിഷമിപ്പിക്കും എന്ന് കരുതി കിച്ചു മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇനിയും എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ടെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ രേണു എന്ന് പറഞ്ഞിട്ട് രേണുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അന്തം ഫാൻസ് അറിയുക. ഈ രേണു ഇതായിരുന്നു. ഈ രേണു കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കിച്ചു തന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് പോയിട്ടിരുന്ന് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാകാം. അത് ഇപ്പൊ തന്നെ ഏകദേശം 4 ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 30K ലൈക്സ് അതിന് വന്നിട്ടുണ്ട്. 3.3K എബോ കമന്റ്സുകളാണ് വന്നിരിക്കുന്നത്. എല്ലാം കിച്ചുവിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. കാരണം ആ കുട്ടി അത്രയും വലിയൊരു മെന്റൽ ഡ്രോമയിലൂടെ കടന്നു വന്ന് അങ്ങനെ ആയി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അത് അനുഭവിച്ച മെന്റൽ ഡ്രോമയുടെ ഒരു 20% മാത്രം 20-25% മാത്രമേ അത് അതിൽ പറയുന്നുള്ളൂ എന്ന്. കാരണം പല കാര്യങ്ങളും അത് പറയാതെ വിഴുങ്ങി ഇപ്പോഴും പോകുന്നു. എല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി തന്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ കുറച്ച് ഡ്രോമാസ് അത് കുട്ടി അതുമായിട്ട് ഷെയർ ചെയ്തിരിക്കുക. അറിയണം കിച്ചു പറഞ്ഞ ഫുള്ള് കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ കിച്ചുവിന്റെ ചാനലിൽ പോയി ആ വീഡിയോ ഒന്ന് കാണുക, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.